ഹായ് ഓൾ. ഇന്ന് നമുക്ക് ഫസ്റ്റ് ടെർമിനൽ എക്സാമിന്റെ 2019-20 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കാം നമുക്ക്. ഓക്കെ. അപ്പൊ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്നും ഏതെങ്കിലും 5 ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാത്തിന്റെ ആൻസർ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന 3 അവസ്ഥകളിൽ കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതിലാണ്? ഇതില് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻസ് ഖരം, ദ്രാവകം, വാതകം. ഓക്കെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ അകലം ഉള്ളത് ഏത് അവസ്ഥയിലുള്ള കണികകൾക്കാണെന്ന്. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും? വാതകമാണ് അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബ്രാക്കറ്റിൽ നിന്നും ഏകാറ്റമീയ തന്മാത്രയെ തിരഞ്ഞെടുത്ത് എഴുതാനായിട്ട് തന്നിട്ടുണ്ട്. അപ്പം ഓപ്ഷൻസ് എന്താണ്? ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ഇതിൽ ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും എങ്ങനെയാണ്? 2 ആറ്റംസ് ഉള്ള മോളിക്യൂൾസ് ആണ് അല്ലേ? അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? ഏകാറ്റോമീയ തന്മാത്രയ്ക്ക് എക്സാമ്പിൾ ആയിരിക്കില്ല. ഹീലിയം എന്ന് പറയുന്നത് ഒരൊറ്റ ഹീലിയം ആറ്റം മാത്രം ഉള്ളവയാണ് അല്ലെ? അങ്ങനെയാണ് അത് ഇരിക്കാനായിട്ട്. ഹീലിയത്തിന് ഇഷ്ടം അങ്ങനെ ഇരിക്കാനാണ്. അപ്പം ഹീലിയം എന്ന് പറയുന്നത് ഏക ആറ്റോമിക തന്മാത്രയ്ക്ക് എക്സാമ്പിൾ ആയിട്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മണ്ണെണ്ണയിലും മണ്ണെണ്ണയും ജലവും കലർന്ന മിശ്രിതത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മള് ഇന്നലത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ ഇങ്ങനെ കണ്ടായിരുന്നു, മണ്ണെണ്ണയും ജലവും വേർതിരിക്കാനായിട്ട് നമ്മൾ എന്താ ഉപയോഗിച്ചത്. ഇതെല്ലാം നമ്മൾ ഇന്നലെ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻസുകൾ തമ്മിൽ നല്ല മാച്ചിങ് ഉണ്ട് അല്ലേ? അതായത് ആൻസർ എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് നമുക്ക് എളുപ്പമാണ്. ഇതിൽ മണ്ണെണ്ണയും ജലവും വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? സെപ്പറേറ്റിംഗ് സെപ്പറേറ്റിംഗ് ഫണലാണ് നമ്മൾ മണ്ണെണ്ണയും ജലവും അങ്ങനെ സാന്ദ്രതയിൽ വ്യത്യാസം സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അത് സെപ്പറേറ്റിംഗ് ഫണൽ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഇരിക്കുന്നു, ഏതൊക്കെയാണ് അശുദ്ധ പദാർത്ഥങ്ങൾ? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. അപ്പം ഇതില് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇതില് നമുക്ക് ഇവിടെ ശുദ്ധ പദാർത്ഥങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താണ് അവിടെ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുമ്പം അതില് രണ്ടിലധികമോ കമ്പോണൻസുകൾ കാണും. ഓക്കെ. അപ്പം അങ്ങനെയുള്ളവയാണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയാം. സോ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാം, ജലം എടുക്കാം, പഞ്ചസാര എടുക്കാം. ഇവയൊക്കെ എന്താണ്? ഒന്നിലധികം സബ്സ്റ്റൻസുകൾ ചേർന്നിട്ടുള്ളതാണ്. കമ്പോണൻസുകൾ ചേർന്നിട്ടുള്ളവയാണ്. സോ കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡിൽ. ജലത്തിലാണെങ്കിൽ H2 ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അതുപോലെ പഞ്ചസാരയിൽ നമുക്കറിയാം കാർബൺ ഉണ്ട്, വാട്ടർ ഉണ്ട് അല്ലെ? അപ്പം ഇത്രയും ആണ് ഈ ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവയാണ്. അതായത് ഒന്നിലധികം കമ്പോണൻസുകൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസുകൾ ഒക്കെ ഉള്ളവയാണ് നമ്മുടെ ഒരു ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇതിലെ നൈട്രജൻ എന്ന് പറയുമ്പോൾ ഈ നൈട്രജനെ നമുക്ക് വേറൊന്നായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. കാരണം നൈട്രജൻ എന്ന് പറയുന്നത് ഒരു കമ്പോണന്റ് ആണ് അല്ലെ? അപ്പൊ ആ ഒരു കമ്പോണന്റിനെ നമുക്ക് വേറൊന്നാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പം അങ്ങനെയുള്ളവയാണ് ഈ നൈട്രജൻ എന്ന് പറയുന്നത്. ഒരു കമ്പോണന്റ് ഉള്ളത് പ്യുവർ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇതില് എന്താ പറയാ, ശുദ്ധപദാർത്ഥങ്ങൾക്ക് ചുവടെ ചേർക്കാനായിട്ട് നമുക്ക് എന്താണ് കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് നൈട്രജൻ പറയാം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിന്റെ നാമകരണം നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ഓപ്ഷൻസ് പൊളോണിയം, നെപ്റ്റ്യൂണിയം, ക്രോമിയം. അപ്പൊ ഇതില് ഏതിലാണ് നിറത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മൂലകത്തിന്റെ പേര് നൽകിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൊളോണിയം എന്ന് പറയുന്നതും നെപ്റ്റോണിയം എന്ന് പറയുന്നതും പ്ലാനറ്റിന്റെ ബേസിസിലാണ് ഇതിന്റെ പൊളോണിയം പോളാർ. അപ്പം അതൊക്കെ. അപ്പം
ക്രോമിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രോമിയം എന്ന് പറയുന്നത്. അപ്പം ആൻസർ എന്ന് പറയുന്നത് ക്രോമിയം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. അതില് നമുക്ക് വായിക്കാം. ഒന്നിലധികം മൂലക ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രയാണ് ദ്വയാറ്റോമിക തന്മാത്ര. ഓക്കെ. അതേപോലെ ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങളും സമാന സ്വഭാവം കാണിക്കുന്നു. ഒരേ ഇനം കണികകൾ ചേർന്നുണ്ടാകുന്നതാണ് മിശ്രിതങ്ങൾ. അപ്പം ഇതില് ശരിയായ പ്രസ്താവന നോക്കാനാണ് പറയുന്നത്. സോ നമുക്ക് നോക്കുമ്പോൾ രണ്ടിലധികം മൂലക ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രയാണ് ദ്വയാറ്റോമിക തന്മാത്ര എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങളും സമാന സ്വഭാവം കാണിക്കുന്നു. ഒരേ ഇനം കണികൾ ചേർന്നുണ്ടാകുന്നതാണ് മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? നമുക്കറിയാം, ഒന്നിലധികം രണ്ടിലധികം മൂലകാറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രേനെ ദ്വയാറ്റോമിക തന്മാത്ര എന്നാണോ നമ്മൾ പഠിച്ചിരുന്നത്? അല്ല. നമ്മൾ പോളി എന്നാ പറയുന്നത്. അതായത് രണ്ടിലധികം തന്മാത്രകൾ എന്ന് പറയുമ്പോൾ അതെന്ന് പറഞ്ഞാൽ പോളി ആറ്റോമിക് മോളിക്യൂൾസ് എന്നായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതായിരിക്കില്ല. ഇനി ഒരേ കണികൾ ചേർന്നുണ്ടാകുന്നതാണോ മിശ്രിതങ്ങൾ? ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞെന്താ മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞത്? മിക്സ്ചർ എന്ന് പറയുന്നത് രണ്ടിലധികം, അതായത് പല സ്വഭാവങ്ങൾ ചേർന്നിട്ടുള്ള കണികകളൊക്കെ ചേർന്നിട്ടുള്ളതാണ് എന്ന് പറയുന്നത് മിക്സ്ചേഴ്സ്, നമ്മൾ മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതൊരിക്കലും എന്താണ് അതിന് ശരിയായ ഒരു പ്രസ്താവന. ഓക്കെ. അപ്പം നമ്മളിപ്പോ ഉപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ അതിൽ ഉപ്പും ഉണ്ട് വെള്ളവും ഉണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് മിക്സ്ചർ അല്ലേ? അതായത് മിശ്രിതമല്ലേ? ഉപ്പ് ലായല്ലേ? അപ്പം അതെന്ന് പറയുന്നത് ഒരിക്കലും ഒരേ കണികകൾ ചേർന്നുണ്ടാക്കിയിരിക്കുന്നതല്ല. ഇനി നമ്മുടെ രണ്ടാമത്തേതാണ് കറക്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് എന്താണ്? ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങളും സമാന സ്വഭാവം കാണിക്കുന്നു. അതായത് ഒരു മൂലകത്തിലെ, അതായത് ഒരു മൂലകം എന്ന് പറയുമ്പോൾ ഒരു എലമെന്റ് ആണല്ലോ അല്ലെ? ആ ഒരു എലമെന്റ്, ഇപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുക. ആ എലമെന്റ് എന്ന് പറയുമ്പോൾ അതിലെ ആ എലമെന്റ്സുകൾ എന്ന് പറയുന്നത് ആ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റങ്ങൾക്ക് ആ ഒരു അതേ സ്വഭാവം കാണിക്കുന്നു. അതായത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റങ്ങളാൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പൊ ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ അതേ സ്വഭാവമായിരിക്കും ഈ മൂലകത്തിനും, അല്ലെങ്കിൽ ഈ മൂലകത്തിന്റെ അതേ സ്വഭാവങ്ങൾ തന്നെയായിരിക്കും ഈ ഓരോ ഹൈഡ്രജൻ ആറ്റവും കാണിക്കുക. അതാണ് നമ്മളുടെ ആ ഒരു ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബന്ധം, ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ബന്ധം കണ്ടെത്തി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇതിൽ 7 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ്, അത് 2 മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക. അതിൽ എത്ര എണ്ണം എഴുതാം നമുക്ക്? ഏതെങ്കിലും മൂന്നെണ്ണത്തിന് നമുക്ക് ആൻസർ എഴുതാം. ഓക്കെ. അപ്പം അതില് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത് ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാനായിട്ട്. അപ്പം കടൽ ജലത്തിൽ നിന്നും കറിയുപ്പ് വേർതിരിക്കലാണ് ബാഷ്പീകരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതില് കറുത്ത നിറമുള്ള മഷിയുള്ള ഘടകങ്ങളെ വേർതിരിക്കാനായിട്ട് നമ്മൾ ഏത് മാർഗമാണ് ഉപയോഗിക്കുക? എന്തായിരിക്കും? അതായത് നമുക്കിവിടെ തന്നിരിക്കുന്നത് നിറങ്ങളെ വേർതിരിക്കാനായിട്ടാണ്. അപ്പൊ കറുത്ത നിറമുള്ള മഷിയിലെ ഘടകങ്ങളെ വേർതിരിക്കാനാണ്. അപ്പൊ ഈ നിറങ്ങൾ വേർതിരിക്കുക എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കിക്കോളാം അത് ക്രോമറ്റോഗ്രാഫിയാണെന്ന്. ഓക്കെ. ക്രോമറ്റോഗ്രാഫിയാണ് നമ്മളിങ്ങനെ പല നിറത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കണികളെയൊക്കെ നമ്മൾ വേർതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ക്രോമറ്റോഗ്രാഫിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് അത് കളറായിട്ട് പല പല കളറിൽ നമുക്ക് ആ ഓരോ എന്താണ് അതിലെ ഘടകങ്ങളെ നമുക്ക് അങ്ങനെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും ഈ ക്രോമറ്റോഗ്രാഫിയിൽ. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. മണ്ണിൽ നിന്നും ഇരുമ്പ് പൊടി വേർതിരിക്കൽ കാന്തം ഉപയോഗിച്ച്. ചായച്ചണ്ടിയിൽ നിന്നും ചായ വേർതിരിക്കൽ അതെങ്ങനെയാണ്? നമ്മുടെ അടുക്കളയിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. നമ്മൾ എങ്ങനെയാണ് ചായ ഉണ്ടാക്കുമ്പോൾ ചായയില് നമ്മളുടെ ആ ഒരു മട്ട് നമ്മൾ കളയുന്നത് എങ്ങനെയാണ്? അരിപ്പ ഉപയോഗിച്ചിട്ട്. ഓക്കെ. ശരിയല്ലേ? അരിപ്പ ഉപയോഗിച്ചിട്ട്.
അരിപ്പ് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നിങ്ങൾ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ലാബിലൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ അരിപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഫിൽട്ടർ പേപ്പർ വരും. ആ ഫിൽട്ടർ പേപ്പറിൽ നമ്മളൊരു ഫണലും ഉണ്ടാവും. ആ ഫണലിലേക്ക് നമ്മൾ ഈ ഫിൽട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇങ്ങനെ സബ്സ്റ്റൻസുകളെ അല്ല പ്യുവർ ആയിട്ടുള്ള മിക്സ്ചറിനെ കിട്ടാനായിട്ട് അല്ലെങ്കിൽ പ്യുവർ സൊല്യൂഷനെ കിട്ടാനായിട്ട് നമ്മൾ ഇതിനെ അരിച്ചെടുക്കും. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും പൊടികള് പ്രിസിപ്പിറ്റേറ്റുകൾ അല്ലെങ്കിൽ തരികള് അതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് പറ്റും, ഈ ഫിൽട്ടർ പേപ്പറിൽ വന്നത് പറ്റിയിരിക്കും. ശുദ്ധമായിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള അതായത് പൊടിയോ തരികളോ ഒന്നും ഇല്ലാത്ത പ്യുവർ ആയിട്ടുള്ള നമുക്ക് സൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ അരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഒന്നല്ലെങ്കിൽ രണ്ട് ആൻസർ ഉണ്ട്, അതായത് അരിപ്പ ഉപയോഗിച്ചെന്ന് എഴുതാം അല്ലെങ്കിൽ ഫിൽട്ടർ പേപ്പർ എന്ന് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഫിൽട്ടർ പേപ്പർ അല്ലെങ്കിൽ അരിപ്പയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അമോണിയയുടെ രാസസൂത്രം NH3 ആണ്. എ, ഈ തന്മാത്രയിലുള്ള ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എല്ലാം ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക. ബി, രണ്ട് തന്മാത്ര അമോണിയയെ എങ്ങനെ സൂചിപ്പിക്കാം? ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് അമോണിയയുടെ രാസസമവാക്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല, രാസസൂത്രം കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ് NH3 ആണ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാ. ഇതില് നമ്മളെ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങള് ഉണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ഇവിടെ NH3 ആണല്ലോ. അപ്പൊ NH3 എന്ന് പറയുമ്പം അവിടെ എത്ര നൈട്രജനും എത്ര ഹൈഡ്രജനും ആണുള്ളത്? ഒരു നൈട്രജനും 3 ഹൈഡ്രജൻ ആറ്റവും ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഇനി രണ്ട് തന്മാത്ര അമോണിയയെ എങ്ങനെ സൂചിപ്പിക്കാം? രണ്ട് തന്മാത്ര അമോണിയ എന്ന് പറയുന്നത് എങ്ങനെയാണ്? രണ്ട് തന്മാത്ര അമോണിയ എന്ന് പറയുമ്പോൾ എങ്ങനെയാ അപ്പോ ഈ NH3 എന്ന് പറയുമ്പോൾ അവിടെ ഒരു തന്മാത്ര അമോണിയയാണ് സൂചിപ്പിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇല്ലേ? അതേപോലെ ആ ലെഫ്റ്റ് സൈഡില് ഇപ്പൊ 2ഓ 3ഓ അങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ പറയാം? ഇപ്പൊ 2 NH3 ആണെങ്കിൽ രണ്ട് തന്മാത്ര അമോണിയയാണ് എന്ന് സൂചിപ്പിക്കുന്നത്. അതുപോലെ 3 NH3 ആണെങ്കിലോ 3 തന്മാത്ര അമോണിയയാണ് സൂചിപ്പിക്കുക. ഇപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് തന്മാത്ര അമോണിയയെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണല്ലോ. അപ്പൊ എങ്ങനെയാണ് സൂചിപ്പിക്കുക? രണ്ട് തന്മാത്ര അമോണിയയെ എങ്ങനെയാണ് സൂചിപ്പിക്കുക? 2NH3. ഓക്കെ, ആൻസർ ഈസ് 2NH3. ഓക്കെ,
അപ്പൊ എട്ടാമത്തെ ആൻസേഴ്സ് കിട്ടിയല്ലോ. ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? 3 ഹൈഡ്രജൻ ആറ്റം. രണ്ടാമത്തേതിന്റെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 2NH3. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് നോക്കാം. ഏതാനും ചില പദാർത്ഥങ്ങളും അവയുടെ തിളനിലയും പട്ടികയിൽ തന്നിരിക്കുന്നു. ഓക്കെ. അപ്പൊ ജലത്തിന്റെ പദാർത്ഥങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ തിളനില. ജലമുണ്ട്, എഥനോൾ ഉണ്ട്, മെഥനോൾ ഉണ്ട്. ഇവിടെയൊക്കെ തിളനില എത്രയാണ് കുട്ടികളെ? ജലം എന്ന് പറയുന്നത് 100°C, എഥനോൾ എന്ന് പറയുന്നത് 73°C, മെഥനോൾ എന്ന് പറയുന്നത് 65°C. ഓക്കെ. അപ്പൊ ഇതില് ക്വസ്റ്റ്യൻ എന്താണെന്നാൽ എഥനോളും മെഥനോളും കലർന്ന മിശ്രിതത്തിൽ നിന്നും ഘടകങ്ങളെ വേർതിരിക്കാൻ ഏതു മാർഗം പ്രയോജനപ്പെടുത്താം? ഓക്കെ. എഥനോളിനെയും മെഥനോളിനെയും, അതായത് എഥനോളും മെഥനോളും കലർന്ന ആ ഒരു മിശ്രിതത്തെ നമ്മൾ ഏത് ഏത് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ വേർതിരിക്കുക എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്വേദനമുണ്ട്, അംശീക സ്വേദനമുണ്ട്, ഉത്പതനവുമുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഈ എഥനോളിനും മെഥനോളിനും സാന്ദ്രത വളരെ എന്താണ്, ഏകദേശം അടുത്തടുത്താണ് അവയുടെ സാന്ദ്രത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അങ്ങനെയുള്ള മിശ്രിതത്തെ വേർതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? അംശീക സ്വേദനമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള അംശീക സ്വേദനമാണ് എന്തെന്ന് പറയുന്നത്? എഥനോളും മെഥനോളും കലർന്ന മിശ്രിതത്തെ നമ്മൾ വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അതില് തന്നിരിക്കുന്ന സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് വാതകത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു പരീക്ഷണം ആസൂത്രണം ചെയ്യുക. ഓക്കെ. അതായത് നമ്മുടെ ലക്ഷ്യം എന്താണ്? എന്താണ് തെളിയിക്കേണ്ടത്? വാതകത്തിന് സ്ഥിതി ചെയ്യാനായിട്ട് സ്ഥലം ആവശ്യമാണ് എന്ന് തെളിയിക്കാനായിട്ടാണ് നമുക്ക് പരീക്ഷണം തന്നിരിക്കുന്നത്. അപ്പൊ അതില് ട്രഫ് തന്നിട്ടുണ്ട്, ചെറിയ ടംബ്ലർ തന്നിട്ടുണ്ട്, പിന്നെന്താണ്, ജലം തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ആവശ്യമായ സാമഗ്രികൾ. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, നമുക്ക് പരീക്ഷണമൊക്കെ എഴുതാനായിട്ട് തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് എഴുതണം. ഓക്കെ. അപ്പം എന്തൊക്കെയാണ്? ട്രഫ് തന്നിട്ടുണ്ട്, ചെറിയ ടംബ്ലർ തന്നിട്ടുണ്ട്, ജലം തന്നിട്ടുണ്ട്. അപ്പൊ അതെടുത്ത് എഴുതുക. ഓക്കെ. പരീക്ഷണം എന്ന് എഴുതുക. പരീക്ഷണം എന്ന ഹെഡിങ് എഴുതുക. ഫസ്റ്റ് 10 എന്നുള്ള ക്വസ്റ്റ്യൻ ഇടുക, ക്വസ്റ്റ്യന്റെ നമ്പർ എഴുതുക, പരീക്ഷണം എന്ന് ഹെഡിങ് നൽകുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ വസ്തുക്കൾ, സാമഗ്രികൾ അതെന്തൊക്കെയാണ്? ട്രഫ്, ജലം, ചെറിയ ടംബ്ലർ. ഓക്കെ. ഇനി നമുക്ക് ഇത്, അതായത് എന്താണ്, വാതകത്തിന് എന്താവശ്യമാണ്? വാതകത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നുള്ളത് തെളിയിക്കാനായിട്ടാണ്. ഓക്കെ. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? പ്രവർത്തന രീതി, ഒരു ട്രഫില് 1/4 ഭാഗം നമ്മൾ ജലം എടുക്കുകയാണ്. നനവില്ലാത്തൊരു ചെറിയ ടംബ്ലർ എന്ത് ചെയ്യണു? ലംബമായിട്ട് ട്രഫിന്റെ ജലത്തിൽ താഴ്ത്തി വെക്കുകയാണ്. ഓക്കെ. അപ്പൊ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ടംബ്ലർ ജലത്തിൽ നമ്മൾ താഴ്ത്തി വെക്കുന്നതിന്റെ ഭാഗമായിട്ട് ജലനിരപ്പ് എന്ത് സംഭവിക്കും? ജലനിരപ്പ് ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ജലം ടംബ്ലറിന്റെ അകത്തേക്ക് പോകുന്നില്ല. ടംബ്ലർ ചെരിച്ചു പിടിക്കുന്നതിന്റെ ഭാഗമായി കുമിളകൾ ഉണ്ടാവുകയും ജലം ടംബ്ലറിനുള്ളിലേക്ക് അത് പ്രവേശിക്കുകയും ചെയ്യുക. അപ്പോ നമുക്ക് അതിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നിഗമനം എന്താണെന്ന് വെച്ചാല്, ടംബ്ലറിന് ഉള്ളില് കാണപ്പെടുന്ന വായു ഒരു പദാർത്ഥമാണ്. അതിനെ ഉൾക്കൊള്ളാന് സ്ഥലവും ആവശ്യമാണ്. ഓക്കെ. അപ്പം ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മള് വെള്ളം നിറച്ചു ട്രഫില്, അതില് നമ്മൾ എന്നിട്ട് ലംബമായിട്ട് നമ്മൾ ഈ ഒരു ടംബ്ലർ എന്ന് പറയുന്നത് എന്താണ്, നനവില്ലാത്ത ഒരു ചെറിയൊരു ടംബ്ലർ ലംബമായിട്ട് നമ്മൾ ഈ ജലത്തിൽ താഴ്ത്തിയിടും
അല്ലെ? നമ്മളുടെ ടെക്സ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള അതേ എക്സ്പെരിമെന്റ് തന്നെയാണ്. ചെറിയ വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കില് അത് നമ്മൾ അതിനെ ചെറുതായിട്ട് ചെരിച്ചു കൊടുത്തു. അപ്പൊ ചെരിച്ചു കൊടുക്കുമ്പോ അതിനകത്ത് ഉള്ളിലേക്ക് വെള്ളം കേറുന്നു. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ലംബമായിട്ട് നമ്മൾ അതിനെ താത്തുകയാണെങ്കില് അതിലേക്ക് എന്താണ് അതിന്റെ ആ ജലനിരപ്പ് ഉയരുകയും അതേപോലെ എന്താണ് അതിന് ഇരിക്കാനായിട്ട് ആ ഒരു ടംബ്ലറിന്റെ ഉള്ളില് വായു ഉണ്ട്. ആ വായു ഉള്ളത് കൊണ്ട് തന്നെ ആ ആ വായുവിന് ഇരിക്കാനായിട്ടൊരു സ്ഥലം ആവശ്യമാണ്. അതുകൊണ്ട് അതിലേക്ക് ആ ഒരു ടംബ്ലറിന്റെ ഉള്ളിലേക്ക് ഈ ജലമൊന്നും കേറിപ്പോയില്ല. പക്ഷെ നമ്മളത് ചെരിച്ചു കൊടുക്കുകയാണ് എങ്കില് എന്ത് ചെയ്യണം? അതിന്റെ ഉള്ളിലേക്ക് കുമിളകൾ ഉണ്ടാവുകയും അതിന്റെ ജലം എന്ന് പറയുന്നത് ഈ ടംബ്ലറിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ ഞാൻ വേണേ ഒന്നും കൂടെ പറയാം. നിങ്ങൾക്കത് എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപകാരാവൂലോ. അപ്പൊ ഞാന് പ്രവർത്തന രീതിയും നിരീക്ഷണം നിഗമനം ഇത് ഒന്നുകൂടെ പറയാം. ഓക്കെ. അപ്പൊ പ്രവർത്തന രീതി എന്ന ഹെഡിങ് എഴുതുക. ഇനി ഞാൻ പറയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക, കേൾക്കുക, കേട്ടെഴുതുക. ഓക്കെ. ഒരു ട്രഫിൽ 1/4 ഭാഗം ജലം എടുക്കുക. ഒരു ട്രഫിൽ 1/4 ഭാഗം ജലം എടുക്കുക. നനവില്ലാത്ത ഒരു ചെറിയ ടംബ്ലർ ലംബമായി ട്രഫിലെ ജലത്തിൽ താഴ്ത്തി പിടിക്കുക. നനവില്ലാത്ത ഒരു ചെറിയ ടംബ്ലർ ലംബമായി ട്രഫിലെ ജലത്തിൽ താഴ്ത്തി പിടിക്കുക. നിരീക്ഷണം എന്ന് പറയുന്നത് ടംബ്ലർ ജലത്തിൽ താഴ്ത്തി പിടിക്കുന്നതിന്റെ ഭാഗമായി ജലനിരപ്പ് ഉയരുന്നു. ജലം ടംബ്ലറിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല. ഫുൾ സ്റ്റോപ്പ്. ടംബ്ലർ ചെരിച്ചു പിടിക്കുന്നതിന്റെ ഭാഗമായി കുമിളകൾ ഉണ്ടാവുകയും ജലം ടംബ്ലറിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഫുൾ സ്റ്റോപ്പ്. അടുത്തത് നമ്മുടെ നിഗമനം. ഓക്കെ, നിഗമനമാണ്. ടംബ്ലറിന് ഉള്ളിൽ കാണപ്പെടുന്ന വായു ഒരു പദാർത്ഥമാണ്. ടംബ്ലറിനുള്ളിൽ കാണപ്പെടുന്ന വായു ഒരു പദാർത്ഥമാണ്. ഫുൾ സ്റ്റോപ്പ്. അതിനെ ഉൾക്കൊള്ളാൻ സ്ഥലം ആവശ്യമാണ്. അപ്പോ നമ്മളുടെ തന്നിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യനിലും നമുക്ക് വാദത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നുള്ളതാണ്. അത് തെളിയിക്കാനാണ് നമ്മളോട് ഇത് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചേരും പടി ചേർക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്, പ്രക്രിയ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ സന്ദർഭമായിട്ട് നനഞ്ഞ തുണികൾ ഉണങ്ങുന്നു, ജലം ഐസാകുന്നു, പിന്നെന്താ കർപ്പൂരം കത്തുന്നു. ഇതില് നമുക്ക് മാച്ച് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പൊ നനഞ്ഞ തുണി ഉണങ്ങുന്നു. അതെങ്ങനെയാണ് നനഞ്ഞ തുണി ഉണങ്ങുന്നത്? ഉണങ്ങുന്നത് എങ്ങനെയാണ്? ബാഷ്പീകരണം. ഓക്കെ, ബാഷ്പീകരണം. നനഞ്ഞ തുണി ഉണങ്ങുന്നു, അതായത് നനഞ്ഞ തുണി ഉണങ്ങുന്നു. ലിക്വിഡ് ആവുന്നത്, ലിക്വിഡ് എന്ത് ചെയ്യുന്നു? വേപ്പർ ആവുന്നു, ബാഷ്പീകരിക്കുന്നു. അതിലെ ആ ഒരു നനഞ്ഞ പാർട്ടിക്കിൾസുകളെല്ലാം അല്ലെങ്കിൽ അതിലെ ഉള്ളിലെ ഈർപ്പം എന്ന് പറയുന്നത് ബാഷ്പമായിട്ട് പോകുന്നു. ഇനി ജലം ഐസാകുന്നു. ജലം ഐസാകുന്നത് എന്തിനായിരിക്കും? ഘനീഭവിക്കൽ. ഓക്കെ, ജലം ഐസാകുന്നത് എങ്ങനെയാണ്? ഘനീഭവിക്കൽ. ഇനി കർപ്പൂരം കത്തുന്നത്, കർപ്പൂരം കത്തുന്നു. ഇതെന്തിനാണ്? എക്സാമ്പിള് ഉത്പതനം. ഓക്കെ, കർപ്പൂരം കത്തുന്നു, ഉത്പതനം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ചിത്രം പരിശോധിക്കുക എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിന്റെ ഈ ഒരു ഉപകരണത്തിന്റെ പേരെന്ത്? 2, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഏത് ഗുണത്തെ അടിസ്ഥാനമാക്കിയാണ് മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഈ ഉപകരണം ഉപയോഗിക്കുന്നത്? നിറവ്യത്യാസം, ഭാരവ്യത്യാസം.
ഇതുപയോഗിച്ച് മിശ്രിത മിശ്രിതങ്ങൾ വേർതിരിക്കുന്ന ഒരു സന്ദർഭം എഴുതുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പം ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുള്ളതാണ്. ഇത് എന്തിന്റെ എന്താണ്, എന്ത് ഉപകരണമാണ്, ഇതിന്റെ പേരെന്താണ്? സെൻട്രിഫ്യൂഗേഷൻ അല്ലേ? സെൻട്രിഫ്യൂജ് എന്നാ പറയാ. നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സെൻട്രിഫ്യൂജ് വെച്ചിട്ട് നമ്മള് എന്താ precipitate ഉള്ള അല്ലെങ്കിൽ എന്താണ് തരികളൊക്കെ ഉള്ള അതൊക്കെ അടിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്താണ് ഇങ്ങനെ സെൻട്രിഫ്യൂജിൽ വെച്ചിട്ട് നമ്മൾ സെൻട്രിഫിഗേഷൻ ചെയ്യുന്നു എന്നാ പറയാ. അങ്ങനെയാണ് സെൻട്രിഫിഗേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ പ്ലസ് ടുവിലൊക്കെ ചെല്ലുമ്പോൾ. നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോന്ന് precipitate കിട്ടാനും ഏത് എലമെന്റ് ആണ് നമുക്ക് ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ഒരു എലമെന്റ് ഒക്കെ തരുവൊക്കെ ചെയ്യേ. അപ്പൊ അതൊക്കെ നമുക്ക് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിതൊക്കെ പഠിച്ചു പോയാലാണ് അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം സെൻട്രിഫ്യൂജ് എന്നാണ് ഈ ഉപകരണത്തിന്റെ പേര്. ഇതിലെ ബ്രാക്കറ്റിൽ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഏത് ഗുണത്തെ അടിസ്ഥാനമാക്കിയാണ് മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഈ ഉപകരണം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നിറവ്യത്യാസവും ഭാരവ്യത്യാസവും. ഇതിലേതാണ്? ഇതിന്റെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്കിതിനെ വേർതിരിക്കുന്നത്. ഓക്കെ. വെയിറ്റ് ഉള്ളത് താഴോട്ട് പോകും അല്ലെ? അങ്ങനെ. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് മിശ്രിതങ്ങൾ വേർതിരിക്കുന്ന ഒരു സന്ദർഭം എഴുതാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതാണ്? നമുക്ക് ഏതെങ്കിലും ഒന്ന് മതി. അപ്പം ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുക? തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാനായിട്ട് നമുക്ക് പറ്റില്ലേ? നമ്മള് തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുന്നത് കാണാൻ പാടില്ലേ? അതെന്ന് പറയുന്നത് സെൻട്രിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ കറക്കും അല്ലെ? നല്ല സ്പീഡിൽ നമ്മൾ കറക്കും. ഇതിനകത്തും സെൻട്രിഫിക്കേഷനിലും നമ്മൾ എന്ത് തന്നെ ചെയ്യുന്നത്? നന്നായിട്ട് നമ്മൾ അതിനെ കറക്കുകയാണ് ചെയ്യുക. ഏത് സാധനം വെച്ചിട്ട് നമുക്ക് കിട്ടിയ ആ ഒരു സൊല്യൂഷൻ മിക്സർ നമ്മൾ ആ സെൻട്രിഫ്യൂജിൽ വെച്ചിട്ട് നന്നായിട്ട് നല്ല സ്പീഡിൽ ഇത് കറങ്ങി കഴിയുമ്പോൾ ആ സാധനങ്ങൾ ഭാരം കൂടിയതൊക്കെ വെയിറ്റ് കൂടിയത് എന്ത് ചെയ്യും? അതിലേക്ക് എന്ത് ചെയ്യും? അടിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ. അപ്പം അങ്ങനെയാണ്. അതില് എന്താണ് അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അതേപോലെ പാലിൽ നിന്നും ക്രീമുകൾ വേർതിരിക്കുന്നത്, പാല് പിരിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? പാല് പിരിയുന്നത് കണ്ടിട്ടുണ്ട്. പാല് പിരിഞ്ഞ് നമ്മൾ എന്താണ് മോരായിട്ട് അല്ലെങ്കിൽ പനീറായിട്ടൊക്കെ മാറ്റുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? അതെ. അതേപോലെ രക്തസാമ്പിളുകളിൽ നിന്നും രക്തകോശം വേർതിരിക്കുന്നത്, അത് ഇതിന് എക്സാമ്പിൾ ആണ്. പിന്നെ എന്താണ് ലബോറട്ടറികളിലെ അവശിഷ്ടങ്ങൾ വേർതിരിക്കുന്നത്. ഇത് ഞാൻ 4 എക്സാമ്പിൾസ് പറയാണ്. നിങ്ങൾക്ക് ഒരെണ്ണം മാത്രം അറിഞ്ഞിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പം കുറെ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ച് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഓർത്തിരിക്കുകയാണെങ്കിൽ ഒരെണ്ണം മറന്നു പോയാലും നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ ഏതെങ്കിലും ഒന്നാണ് ഒരു സന്ദർഭം എഴുതാൻ പറയുന്നതാണ്. അപ്പം അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ഓർത്തെടുക്കാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ പട്ടിക പൂർത്തിയാക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് മൂലകങ്ങൾ തന്നിട്ടുണ്ട്. ആ മൂലകത്തിന്റെ പ്രതീകം കണ്ടുപിടിക്കുക. ചില മൂലകങ്ങൾ തന്നിട്ടില്ല. എന്നാൽ അവയുടെ പ്രതീകം തന്നിട്ടുണ്ട്. നാമകരണത്തിന്റെ ഇത് തന്നിട്ടുണ്ട്. അതായത് ഏത് രാജ്യമാണോ അല്ലെങ്കിൽ വേറെ എന്താണ് അതിന്റെ പേര് ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ഫ്രാൻസിയം എന്ന് പറയുന്നതിന്റെ എന്താണ് ഫ്രാൻസിയം എന്ന് പറയുന്നതിന്റെ പ്രതീകം ഏതാണ് എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് ഫ്രാൻസിയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ പേര് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രാൻസിന്റെ രാജ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കത് തന്നിട്ടുള്ളത് ഇല്ലേ? ഫ്രാൻസിയം എന്ന് പറയുന്നത്. അപ്പൊ ഫ്രാൻസിയത്തിന്റെ പ്രതീകം എന്താണ്? സിമ്പൽ എന്താണ്?
പീരിയോഡിക് ടേബിൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഫ്രാൻസിയം എന്ന് പറയുന്നത് FR എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫും സ്മോൾ ആറും ആയിരിക്കും. FR എന്നാണ് നമ്മൾ അതിന്റെ സിമ്പിൾ, ഫ്രാൻസിയത്തിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ കെ കെ എന്ന് പറയുന്ന പ്രതീകം തന്നിട്ടുണ്ട്. പ്രതീകം സിമ്പിൾ എന്ന് പറയുന്ന കെ ആണ്. ഇതിന്റെ പേര് വരാൻ കാരണം ലാറ്റിൻ നാമമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതില് ഈ കെ എന്ന് പറയുന്നത് എന്തിനാണ്? കെ എന്ന് പറയുന്നത് കെ ഫോർ പൊട്ടാസ്യം ആണ് ട്ടോ. അത് കാലിയം എന്നുള്ളതാണ് ഇതില് ഈ കെ എന്ന് പറയുന്നത് വന്നിരിക്കുന്നത്. ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് കാലിയം എന്നാണ്. അപ്പം കാലിയം എന്ന് പറയുമ്പം എന്താണ് ഇപ്പം പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്നത് നമുക്ക് എടുക്കാം. പക്ഷെ അവിടെ ഓൾറെഡി നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഫോസ്ഫറസ് ഉണ്ട്. അപ്പൊ ഫോസ്ഫറസ് ഉള്ളപ്പോ നമുക്ക് എന്താണ് പൊട്ടാസ്യത്തിന് നമുക്ക് പി എന്ന് പറഞ്ഞ് ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് മാറിപ്പോവുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നാമമായിട്ടുള്ള കാലിയത്തിൽ നിന്നാണ് ഈ കെ എന്ന് പറയുന്ന സിമ്പൽ വന്നിരിക്കുന്നത്. അതാണ് ഇതിലെ പ്രതീകമായിട്ട് സിമ്പലായിട്ട് പൊട്ടാസ്യത്തിന്റെ സിമ്പല് കാലിയം എന്ന് പറയുന്ന ലാറ്റിൻ നെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കെ എന്ന് പറയുന്ന സിമ്പിൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്യൂറിയം എന്താണ്? ക്യൂറിയത്തിന്റെ സിമ്പൽ എന്ന് പറഞ്ഞ പ്രതീകം എന്ന് പറഞ്ഞാൽ CM എന്നാണ്. ക്യൂറിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മേരി ക്യൂരി എന്നാണെന്ന് നമുക്കറിയാം. മേരി ക്യൂരി ആരാണ്? ശാസ്ത്രജ്ഞയുടെ പേരാണ് അല്ലെ, നമ്മുടെ ശാസ്ത്രജ്ഞയാണ്. അപ്പം മേരി ക്യൂരിയുടെ പേരിലാണ് നമ്മുടെ ക്യൂരിയം എന്ന് പറയുന്ന പേര് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ശരി. ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തന സമവാക്യം നൽകിയിരിക്കുന്നു. ഓക്കെ, നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? സിങ്കിന്റെയും HCl-ന്റെയും രാസപ്രവർത്തനം തന്നിട്ടുണ്ട്. തമ്മിലുള്ള പ്രവർത്തനം നമുക്ക് സമവാക്യം തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം സിങ്ക് HCl-ഉം കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് ക്ലോറൈഡ് ഉണ്ടാകുന്നു, ഹൈഡ്രജൻ ഉണ്ടാകുന്നു എന്ന് നമുക്കറിയാം. ഇതില് ഈ പ്രവർത്തനത്തിലെ അഭികാരങ്ങൾ, ഉൽപ്പന്നങ്ങൾ എന്നിവ എഴുതാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം എന്താണ് അഭികാരങ്ങൾ, എന്താണ് ഉൽപ്പന്നങ്ങൾ എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഏതാണ് അഭികാരങ്ങൾ എന്ന് പറയുന്നത്? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലും പറയുന്നില്ല. അഭികാരങ്ങൾ എന്ന് പറയുമ്പോൾ റിയാക്ഷനിൽ ഏർപ്പെടുന്ന റിയാക്ടന്റുകളാണ് നമുക്കറിയാം. അപ്പം അതിനാണ് അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ അഭികാരകങ്ങൾ എന്തൊക്കെയാണ്? സിങ്കും HCl-ഉം ആയിരിക്കും എന്തെന്ന് പറയുക? അഭികാരകങ്ങൾ എന്ന് പറയുക. ഓക്കെ, ഇനി നമ്മളുടെ ഉൽപ്പന്നം എന്താണ്? ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് സിങ്ക് ക്ലോറൈഡും അതേപോലെ ഹൈഡ്രജനുമാണ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഇനി അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ പ്രവർത്തനം ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി പാർട്ട് നോക്കാം. ഈ പ്രവർത്തനം സമീകൃതമല്ല. എന്തുകൊണ്ട്? അതായത് ഈ സമവാക്യം എന്ന് പറഞ്ഞാൽ സമീകൃതമല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഇതിലെ നമ്പർ ഓഫ് അല്ലെങ്കിൽ അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരേപോലെയാണോ? അല്ല, അല്ലെ? ഒരേപോലെ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സമീകൃതമല്ല എന്ന് പറയാം. അപ്പം ആൻസർ ആയിട്ട് നമുക്ക് അവിടെ എന്താ കൊടുക്കുക? അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ആറ്റങ്ങളുടെ എണ്ണം തുല്യമല്ല. അഭികാരങ്ങളിലെയും ഉൽപ്പന്നങ്ങളിലെയും ആറ്റങ്ങളുടെ എണ്ണം തുല്യമല്ല. ഓക്കെ, അപ്പം ഇത് നമുക്ക് എന്നാ തുല്യമാക്കണ്ടേ? അപ്പൊ ഒന്ന് സമീകരിച്ചെഴുതണ്ടേ? അപ്പൊ നമുക്ക് നോക്കിയാലോ, ഈ പ്രവർത്തനം ഒന്ന് സമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സമീകരിച്ചെഴുതുക? നമുക്കറിയാം സിങ്കും HCl-ഉം റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് ക്ലോറൈഡും H2 ആണ് വരുന്നതെന്നാ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മളുടെ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും എടുക്കുമ്പോൾ നമ്പർ ഓഫ് ആറ്റംസുകൾ ഈക്വൽ അല്ല രണ്ട് സൈഡിലും. അപ്പൊ ഇവിടെ നമുക്ക് ഉൽപ്പന്നത്തിന്റെ അവിടെ സിങ്ക് നോക്കാം. സിങ്ക് നോക്കുവാണെങ്കിൽ അവിടെ ഒരു സിങ്കേ ഉള്ളൂ, ഇവിടെയും ഒരു സിങ്കേ ഉള്ളൂ. അപ്പൊ അത് ശരിയാ, ഇത് രണ്ടും ഓക്കെ. പക്ഷെ ക്ലോറിൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് വന്നപ്പോ 2 ക്ലോറിൻ ഉണ്ട്. അതുപോലെ ഹൈഡ്രജൻ നോക്കിക്കേ, ഹൈഡ്രജൻ എന്ന് പറയുന്നതും എത്രയാണ്? 2 ഹൈഡ്രജൻ ഉണ്ട്. പക്ഷെ നമ്മളുടെ അഭികാരത്തിന്റെ അവിടെ എത്രയുള്ളൂ?
ഒരു ഹൈഡ്രജനും ഒരു Cl ഉള്ളൂ. അപ്പം 2 പേർക്കും 2 വെച്ച് വേണം അല്ലേ? അപ്പോ ഇവിടെ Cl2 ആണ്, അതായത് ഇവിടെ ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ Cl2 ആണ് പ്ലസ് H2 ആണ്. അപ്പം ഇവിടെ അഭികാരത്തിൽ എന്തേ ഉള്ളൂ? ഒരു HCl ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അഭികാരങ്ങളുടെ ഈ നമ്പർ നമ്മൾ എപ്പോഴും ക്രമീകരിച്ച് എഴുതാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും എവിടെ നമ്മൾ നമ്പർ എഴുതാവുള്ളൂ? ക്രമീകരിച്ച് എഴുതാനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടെ എഴുതാവുള്ളൂ എന്നാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത്? ലെഫ്റ്റ് സൈഡിലെ നമ്പേഴ്സ് എഴുതാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എഴുതാൻ പാടുള്ളൂ. അപ്പം ഇവിടെ 2 എന്ന് എഴുതുവാണേൽ ഇവിടെ 2 ഹൈഡ്രജനും ആയി, 2 Cl ആയില്ലേ? അപ്പൊ ഇതല്ലേ നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള സമീകരിച്ച് എഴുതിയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്? ഇതല്ലേ? അതായത് Zn plus 2HCl gives ZnCl2 plus H2. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സി എന്ന് പറയുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് സമീകരിച്ച് എഴുതിയിട്ടുള്ള, അതായത് 2 സൈഡിലും പ്രോഡക്റ്റിന്റെ സൈഡ് ആവട്ടെ റിയാക്ടന്റിന്റെ സൈഡ് ആവട്ടെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ഇവിടെ സെയിം തന്നെയാണ്. അപ്പം ഇതാണ് നമ്മളുടെ കെമിക്കൽ ഫോർമുല, ബാലൻസ്ഡ് കെമിക്കൽ ഫോർമുല, അല്ലെങ്കിൽ സമീകരിച്ച് എഴുതിയിട്ടുള്ള നമ്മളുടെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ന് 14 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ ഓരോന്നിന്റെയും ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോയിൽ കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ഇയറിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓണത്തിന് എല്ലാവരും കെമിസ്ട്രിക്ക് നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.